കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ കർശന നടപടികളുമായി സംസ്ഥാന സർക്കാർ. കെട്ടിടത്തിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് മിഥുനെ ഷോക്കേറ്റത്. ഷോക്കേൽക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കൈരളി ന്യൂസിന് ലഭിച്ചു. സ്കൂളിലേക്ക് SFI അടക്കമുള്ള വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ പ്രതിഷേധ മാർച്ചുമുണ്ടായി. ഇപ്പോൾ രാജ്കുമാറുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. രാജ്കുമാർ, ഇന്ന് രാവിലെയായിരുന്നു ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. സ്കൂളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെയായിരുന്നു ഈ അപകടം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒപ്പം തന്നെ വിദ്യാർത്ഥിയുടെ മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ അരങ്ങേറുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? അല്പം മുമ്പ് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹം ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലേക്ക് മോർച്ചറിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അത് അവിടെ സൂക്ഷിക്കും. ഈ മിഥുൻ്റെ അമ്മ വിദേശത്ത് തുർക്കിയിലാണ് ജോലി ചെയ്യുന്നത്. നിലവിൽ അവർ ഹൗസ് കീപ്പറായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. ആ കുടുംബവുമായിട്ട് ഈ അമ്മ മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പോയിട്ടുണ്ട്. ഇതുവരെ അവരിത് അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം വ്യക്തതയില്ല. ഇവിടുത്തെ ബന്ധുക്കൾ ഈ ഏജൻറ്റ് വഴി അങ്ങോട്ടേക്ക് വിവരങ്ങൾ കൈമാറാനാണ് ഇപ്പോൾ തീരുമാനിച്ചത്. അതനുസരിച്ച് ഏജൻറ്റിനെ വിളിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട്. ഏജൻറ്റിന് ഇതുവരെ അവരെ കോൺടാക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇക്കാര്യത്തിലൊരു കോൺടാക്റ്റ് കിട്ടി അമ്മ അറിഞ്ഞാൽ മാത്രമേ അമ്മയ്ക്ക് തുർക്കിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പുറപ്പെടാൻ കഴിയൂ. അത് ഇന്ന് സന്ധ്യയോടുകൂടി അക്കാര്യത്തിലൊരു തീരുമാനമാകും. അങ്ങനെയാണെങ്കിൽ എപ്പോഴാണോ അമ്മ വരുന്നത് അപ്പോൾ മാത്രമായിരിക്കും ഇതിലെ സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ നടക്കുക. അതുവരെ ഈ മൃതദേഹം ഇവിടെ സൂക്ഷിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇനി ബാക്കിയുള്ളത് അന്വേഷണത്തിൻ്റെ ഭാഗമാണ്. ഇന്നിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഇക്കാര്യത്തിൽ കൃത്യമായി ഇതിൽ അദ്ദേഹം പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇതിൽ നീതി ഉറപ്പാക്കുക, മിഥുനൊപ്പമാണ് ഗവൺമെൻറ്. ഈ നാടും നഗരവും ഈ സംസ്ഥാനത്തെ മുഴുവനും ജനങ്ങളും സംസ്ഥാന ഗവൺമെൻറ്റും മിഥുനൊപ്പമാണ്. മിഥുൻ്റെ നീതിക്ക് വേണ്ടി തന്നെയാണ് സർക്കാരും നിലകൊള്ളുന്നത്. ആ കുടുംബത്തോടൊപ്പമുണ്ട്. എന്ത് വേണമെങ്കിലും ഗവൺമെൻറ് എന്ത് കാര്യം ഇതിൽ ചെയ്യാൻ തയ്യാറാണ്. നിലവിൽ അതുമാത്രമല്ല, ഈ സ്കൂളിന് എങ്ങനെയാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയെന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ ചോദ്യം. ഇക്കാര്യത്തിൽ സുരക്ഷാ കമ്മിറ്റിയിൽ ഇതൊക്കെ ചർച്ച ചെയ്തിരുന്നു. തുടങ്ങിയ കാര്യങ്ങൾ മന്ത്രി ഉന്നയിച്ചിട്ടുണ്ട്. സ്കൂൾ അധികൃതർ സുരക്ഷാ കമ്മിറ്റിയിൽ ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നു. KSEB ഉദ്യോഗസ്ഥരോട് അടിയന്തരമായി ഈ ലൈൻ മാറ്റണമെന്നുള്ള ഒരു ആവശ്യം പലവട്ടം ഉന്നയിച്ചിരുന്നു. ഇനി അതിൻ്റെയൊക്കെ അന്വേഷണങ്ങളാണ് ഇനി നടക്കേണ്ടത്. അതിന് സമാന്തരമായി തന്നെ പോലീസും ഇക്കാര്യത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അവരും ഇതിൻ്റെ റിപ്പോർട്ട്, KSEBയുടെ വിദഗ്ധ റിപ്പോർട്ട്, ഇതെന്താണ് സംഭവിച്ചു എന്നുള്ളതിൻ്റെ വിദഗ്ധ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് KSEB തുടർ നടപടികളുമായി മുന്നോട്ട് പോകും. ഇനി കൂടെയുള്ള സഹപാഠികൾ, ദൃക്സാക്ഷികൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. അവരുടെ മൊഴിയൊക്കെ പോലീസിന് രേഖപ്പെടുത്തേണ്ടി വരും. ഈ നല്ല ഒരു ക്ലാസ്സിൽ തന്നെ ഏറ്റവും മാതൃകയായിട്ട് ഒരു വിദ്യാഭ്യാസ രംഗത്തൊക്കെ സജീവമായിരുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു ചൊറിയുറുക്കുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു മിഥുനെന്ന് സഹപാഠികളും ഒപ്പം തന്നെ അധ്യാപികമാരും ഒക്കെ പറയുന്നുണ്ട്. ഈ മന്ത്രി KN ബാലഗോപാൽ ഉൾപ്പെടെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സന്ദർശിക്കാനുണ്ടായിരുന്നു. കോവൂർ കുഞ്ഞുമോൻ, സ്ഥലം MLA കോവൂർ കുഞ്ഞുമോൻ, CPIM കൊല്ലം ജില്ലാ സെക്രട്ടറി സുദേവൻ ഉൾപ്പെടെയുള്ളവരാണ് പാരിപ്പള്ളിയിൽ എത്തിയിരുന്നത്. ഇനി ഈ ഫ്യൂണറൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇനി നടക്കാനുള്ളത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ സമാന്തരമായ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്.